തീവ്രവാദികളുടെ സുരക്ഷിതമായ ഒളിത്താവളമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. 13 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2010 ജൂലൈ 4-ന് ചോദ്യക്കടലാസിൽ മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന ടി.ജെ. ജോസഫിന്റെ കൈ വെട്ടിമാറ്റി കേസിലെ മുഖ്യപ്രതി പെരുമ്പാവൂർ അശ്മന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് 2024 ജനുവരി 10-ന് കണ്ണൂർ മട്ടന്നൂരിലുള്ള നേരത്തെ വാടക വീട്ടിൽ വെച്ച് NIA-യുടെ പിടിയിൽ ആയതാണ് ഏറ്റവും പുതിയ അടയാളം. CPM പാർട്ടി ഗ്രാമത്തിലാണ് മഹാപാതകം ചെയ്ത ഈ ക്രൂരൻ ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ ജീവിച്ചിരുന്നത്. 9 മാസം മുമ്പ് ജനിച്ച ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പക്ഷേ സവാദ് എന്നാണ് അച്ഛന്റെ പേര് കൊടുത്തിരുന്നത്. ആധാർ കാർഡിലും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലും സവാദ് എന്ന് തന്നെയാണ് പേര്. 2 വർഷമായെങ്കിലും മട്ടന്നൂരിൽ താമസിക്കുന്നു. ഇതിനു മുമ്പ് വിളകോടായിരുന്നു താമസം എന്നാണ് സൂചന. കാസർകോട്ടെ ഒരു SDPI പ്രവർത്തകന്റെ മകളെയാണ് വിവാഹം കഴിച്ചത് എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കൈവെട്ട് കേസിൽ 42 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 31 പേരെ ഉൾപ്പെടുത്തി 2015-ൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ 13 പേരെ തടവിന് ശിക്ഷിച്ചു, 18 പേരെ വെറുതെ വിട്ടു. ബാക്കി പ്രതികളിൽ സവാദ് ഒഴികെയുള്ള 11 പേരുടെ വിചാരണ 2023 ജൂലൈ 13-ന് പൂർത്തിയാക്കി. 6 പേരെ ശിക്ഷിച്ചു, 5 പേരെ വിട്ടു. കൈവെട്ടുന്നതിന് ഉപയോഗിച്ച മഴുവുമായാണ് സവാദ് രക്ഷപ്പെട്ടത്. അക്രമത്തിനിടയിൽ സവാദിന് ചെറിയ പരിക്കേറ്റിരുന്നു. ഈ പരിക്കുമായി ആലുവ വരെ ചെന്നതായി പോലീസ് കണ്ടെത്തി. ഏറെക്കാലം നേപ്പാളിൽ കഴിഞ്ഞ പ്രതികളിൽ ഒരാളായ MK നാസറിനൊപ്പം സവാദ് ഉണ്ടായിരുന്നതായാണ് കരുതുന്നത്. എന്നാൽ നാസർ കീഴടങ്ങിയിട്ടും സവാദിനെ കിട്ടിയില്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതോടെ വരുമാനം ഇല്ലാതായ സവാദ് കണ്ണൂരിൽ എത്തിയ വിവരം 7-8 മാസം മുമ്പാണ് NIA കണ്ടെത്തിയത്. കണ്ണൂർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം മട്ടന്നൂരെത്തി, വീട് കണ്ടെത്തി. ചൊവ്വാഴ്ച എല്ലാം സ്ഥിരീകരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 2:30-ക്ക് വീട്ടിലെത്തിയ NIA ഉദ്യോഗസ്ഥർ സവാദിനെ കസ്റ്റഡിയിലെടുത്തു. കൈവെട്ട് സംഭവത്തിൽ പുറത്തുണ്ടായ മുറിവടക്കം പ്രതിയെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ദേശീയ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊടും ഭീകരനായ ഈ പ്രതി പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ സുരക്ഷിതനായി കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പൊതുപ്രവർത്തകരോ വീട് വളഞ്ഞ് രാത്രിയിൽ കസ്റ്റഡിയിൽ എടുത്ത വാർത്ത ഉണ്ടാക്കുന്ന കേരള പോലീസോ 13 വർഷമായി അറിഞ്ഞതായി ആർക്കും അറിയില്ല. ഇനിയും എത്ര തീവ്രവാദികൾ കേരളത്തിൽ ഇങ്ങനെ ഒളിച്ച് കഴിയുന്നുണ്ടാവും? 2011-ൽ NIA ഏറ്റെടുത്ത കേസിൽ പ്രതിയുടെ പിന്നാലെ വിടാതെ പിന്തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ നിറഞ്ഞ മനസ്സോടെ പ്രശംസിക്കുമ്പോഴും അറിയാതെ ഉയരുന്ന ചോദ്യമുണ്ട്: കേരള പോലീസ് എന്തെടുക്കുകയാണ്? ചോദ്യക്കടലാസിൽ ഇല്ലാത്ത മതനിന്ദ ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ തന്നെ പിടിക്കാൻ കേരള പോലീസ് കാണിച്ച താല്പര്യത്തിന്റെ 10-1 പോലും തന്റെ കൈവെട്ടിയ തീവ്രവാദിയെ പിടികൂടാൻ കേരള പോലീസ് കാണിച്ചില്ലെന്ന് ടി.ജെ. ജോസഫ് തുറന്നു പറയുന്നു. കേസിലെ മുഖ്യപ്രതി സവാദ് അല്ലെന്നും കൈവെട്ട് കേസ് ആസൂത്രണം ചെയ്തവരാണെന്നും ജോസഫ് ചൂണ്ടിക്കാണിച്ചു. ഇത്രയും ജാഗ്രതയോടെ സവാദിനെ കണ്ടെത്തിയ ദേശീയ അന്വേഷണ ഏജൻസി ആ വലക്കണ്ണികളെയും കണ്ടെത്തും എന്ന് സമാധാനകാംക്ഷികൾ ആഗ്രഹിക്കുന്നു. വീട് വാടകയ്ക്ക് കൊടുത്തവർ, ജോലി കൊടുത്തവർ തുടങ്ങി സവാദിനെ ഒളിച്ചു ജീവിക്കുവാൻ സഹായിച്ചവരെല്ലാം വെളിയിൽ വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്ന മദ്രസകളുടെ എണ്ണം ശേഖരിച്ചു കൊടുക്കുവാൻ കേരളം തയ്യാറാകാത്തതിൽ കേന്ദ്ര ഏജൻസി കർശന നടപടികൾക്ക് ഒരുങ്ങുന്നു. 2022 ഡിസംബർ 8-നാണ് കേരളത്തിൽ സർക്കാർ സഹായത്തോടെയോ അംഗീകാരത്തോടെയോ പ്രവർത്തിക്കുന്ന മദ്രസകളുടെ കണക്ക് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. എല്ലാ മദ്രസകളെയും കണ്ടെത്തി രേഖപ്പെടുത്തുവാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. സ്കൂളിൽ പോകാതെ മദ്രസകളിൽ മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് കണ്ടെത്താനും കേന്ദ്രം ആവശ്യപ്പെട്ടു. 2023 ജനുവരി 20-നും ഒക്ടോബർ 17-നും കേന്ദ്രം വീണ്ടും ഓർമ്മിപ്പിച്ചെങ്കിലും സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. വീഴ്ചയുടെ കാരണം ജനുവരി 17-ന് നേരിട്ടെത്തി ബോധിപ്പിക്കുന്നതിന് 2024 ജനുവരി 3-ന് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. മദ്രസ അധ്യാപകർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് കേരള മദ്രസ അധ്യാപക വെൽഫെയർ ആക്ട്
2019 പാസാക്കിയ സർക്കാരിന് ഇപ്പോഴും എത്ര മദ്രസകൾ കേരളത്തിൽ ഉണ്ടെന്ന് തീർച്ചയില്ല. ബിൽ പൈലറ്റ് ചെയ്ത മന്ത്രി ജലീൽ 2020 മാർച്ച് 6 ഒ രാജഗോപാലിന് നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ കേരളത്തിലുള്ള മദ്രസകളെ കുറിച്ചോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ എണ്ണത്തെക്കുറിച്ചോ സർക്കാരിന് ഒരു വിവരവും ഇല്ല എന്ന് സമ്മതിച്ചു. മദ്രസ അധ്യാപകർക്കായുള്ള വെൽഫെയർ ബോർഡിൽ 22,740 അധ്യാപകർ രജിസ്റ്റർ ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. 10 വർഷം മുമ്പ് വരെ മദ്രസകളുടെ അറ്റകുറ്റപ്പണികൾക്ക് കേന്ദ്ര സഹായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. സംസ്ഥാനവും ഒന്നും കൊടുക്കുന്നില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കൈവശമുള്ള ഏകദേശ കണക്കനുസരിച്ച് 20,000-ൽ അധികം മദ്രസകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കണക്കുകൾ ശേഖരിക്കുന്നതിലും അവിടെ നടത്തുന്ന അധ്യാപനത്തിലെ തീവ്രവാദ ഭാഗങ്ങൾ കണ്ടെത്തി തിരുത്തുന്നതിലും ഗുരുതരമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം സിലബസുകൾ നിരോധിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ആരും ശ്രദ്ധിച്ചില്ല, അനുസരിച്ചും ഇല്ല. അവസാനം കോൺഗ്രസിന്റെ മുസ്ലിം ഭീതി മറനീക്കി പുറത്തു വന്നു. ജനുവരി 22 അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠ ചടങ്ങിൽ പാർട്ടി നേതാക്കൾ സംബന്ധിക്കില്ലെന്ന് ഔദ്യോഗിക പ്രഖ്യാപനമായി. അയോധ്യയിൽ രാമക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കുന്ന പ്രാണപ്രതിഷ്ഠ കർമ്മത്തെ പ്രകോപനമായ പ്രസ്താവനകളിലൂടെ വിവാദമാക്കി മാറ്റാതെ ദേശീയ ആഘോഷമാക്കി മാറ്റണമെന്ന പ്രധാനമന്ത്രി മോദിയുടെ സഹപ്രവർത്തകരോടുള്ള ആഹ്വാനം കോൺഗ്രസിന് അംഗീകരിക്കാനായില്ല. 4 ശങ്കരാചാര്യന്മാർ പോലും സംബന്ധിക്കാത്ത ചടങ്ങ് BJPയുടെ മാത്രം പരിപാടിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവർ പിൻവാങ്ങി. ചടങ്ങിന് ക്ഷണം ലഭിച്ച കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും സോണിയാഗാന്ധിയും ഖാർഗെയും ചടങ്ങിൽ സംബന്ധിക്കില്ലെന്ന് അറിയിപ്പ് വന്നു. ഇതോടെ കോൺഗ്രസ് ഹിന്ദുവിരുദ്ധ പാർട്ടിയാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തോട് പറയാനും ആ വികാരം വോട്ടാക്കാനും BJPക്കാവുന്നു. ശരിക്കും BJPയുടെ വോട്ട് ബാങ്ക് കോൺഗ്രസ് തന്നെ ശക്തമാക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ വോട്ട് ബാങ്കായ NSS കോൺഗ്രസ് തീരുമാനത്തെ അപലപിച്ചത് തന്നെ ഒരടയാളം. രാഷ്ട്രീയ ലക്ഷ്യം നോക്കിയുള്ള തീരുമാനമായി കോൺഗ്രസ് നിലപാടിനെ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതാവ് സുകുമാരൻ നായർ ചിത്രീകരിച്ചു. ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് ചടങ്ങ് ബഹിഷ്കരിക്കുവാൻ ആവില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുവാൻ എത്തുന്ന വയനാട്ടിൽ NSS മുസ്ലിമുകളോളം നിർണായക ശക്തി അല്ലെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ അതല്ല സ്ഥിതി. ഈ തീരുമാനത്തിലൂടെ മുസ്ലിം തീവ്രവാദികളെ തൃപ്തിപ്പെടുത്തിയ കോൺഗ്രസിന് വയനാട്ടിലെങ്കിലും അവരുടെ വോട്ട് ഒന്നടങ്കം കിട്ടിയെങ്കിൽ ഭാഗ്യം. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്ന കളിയുടെ കൂടി ഭാഗമാണല്ലോ കോൺഗ്രസിന്റെ ഈ തീരുമാനം. ഇതിലൂടെ എല്ലാ നായന്മാരുടെയും കോൺഗ്രസ് സ്നേഹം ഇല്ലാതാകില്ലെങ്കിലും ഇത്തരം സംഭവങ്ങളിലൂടെ കോൺഗ്രസിൽ നിന്നും അവർ അകന്നു തുടങ്ങും. ഒരു മരവും വീഴുന്നത് അവസാനത്തെ ഒറ്റ വെട്ടിനല്ലല്ലോ. കോൺഗ്രസിൽ തന്നെ ശക്തമായ പ്രതിഷേധം ജനിപ്പിക്കുന്ന തീരുമാനമായി ഹൈക്കമാൻഡിന്റേത്. ഗുജറാത്തിലും മറ്റും മുതിർന്ന നേതാക്കൾ പരസ്യമായി തീരുമാനത്തിനെതിരെ രംഗത്തിറങ്ങി. പ്രാണപ്രതിഷ്ഠ പരിപാടിക്ക് ആര് ക്ഷണിച്ചില്ലെങ്കിലും താൻ പോകുമെന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ഹിമാചലിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഏതായാലും തടി തപ്പി. ഉദ്ഘാടനത്തിന് പോകില്ലെന്നും അത് കഴിഞ്ഞ് രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും അദ്ദേഹം തിരുത്തി. വടക്കേ ഇന്ത്യയിലെ ഏക കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് സുഖു. അദ്ദേഹത്തിന് അവകാശവാദം പിൻവലിക്കേണ്ടി വന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂറ്റൻ വിജയം നേടിക്കൊടുത്തതിന്റെ അണിയറക്കാരനായിരുന്ന KPCC അധ്യക്ഷനായ DK ശിവകുമാറും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരും വെട്ടിലാകും. പ്രതിഷ്ഠാ ചടങ്ങിൽ ഹിന്ദുക്കളായ തങ്ങൾ പങ്കെടുക്കുന്നതിൽ എന്താണ് അപാകത? തെലങ്കാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെയും കലവറക്കാരനായിരുന്ന അദ്ദേഹം ജനുവരി 8 തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളോട് തിരക്കി. തലസ്ഥാനത്ത് നടന്ന ഒരു മീഡിയ അവാർഡ് ദാന ചടങ്ങിൽ സംബന്ധിക്കുവാനെത്തിയ അദ്ദേഹത്തോട് തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ വല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് ജനുവരി 22 അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ശരിയാണോ? കേരളത്തിലെ കോൺഗ്രസുകാരെ വല്ലാതെ വലച്ച വിഷയത്തിൽ അദ്ദേഹം ഉടനടി മറുപടി പറഞ്ഞു. ഞങ്ങൾ ഹിന്ദുക്കളാണ്. പ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിക്കുന്നതിൽ എന്താണ് അപാകത? അയോധ്യ ഒരു സ്വകാര്യ ഇടമൊന്നും അല്ലല്ലോ.
ആത്യന്തികമായി ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഒരു മതവും മതപ്രതീകവും ഒരു വ്യക്തിയുടെയും സ്വകാര്യ സ്വത്തല്ല, അദ്ദേഹം ധീരമായി പ്രതികരിച്ചു. ചടങ്ങിൽ സംബന്ധിക്കുന്നത് സംബന്ധിച്ച് AICC വേഗത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കേന്ദ്ര സർക്കാർ വളരെ സൂക്ഷിച്ചാണ് തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചടങ്ങിൽ സംബന്ധിക്കാൻ പാടില്ലെന്ന് കേരളത്തിലെ VM സുധീരനും K മുരളീധരനും എടുത്ത പരസ്യ നിലപാട് അറിയാതെയാവില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന ജനുവരി 22-ന് സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള 34,000 ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടത്തും എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതല്ലേ യഥാർത്ഥ മതേതരത്വം? ഒരു ഹൈന്ദവൻ താൻ ഹിന്ദുവാണെന്നും ഹൈന്ദവ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നുവെന്നും ഏറ്റു പറയുന്നതാണിത്. അങ്ങനെ ഏറ്റുപറയാൻ മറ്റു മതങ്ങളിൽപ്പെട്ടവർക്കും അവകാശമുണ്ടെന്ന് സമ്മതിക്കുന്നതും ആ അവകാശത്തെ ആദരിക്കുന്നതുമാണ് യഥാർത്ഥ മതേതരത്വം. ഒരു മതത്തിന്റെ ആഘോഷങ്ങളിൽ ആ മതത്തിൽപ്പെട്ടവർ പോലും പങ്കെടുക്കരുതെന്ന് പറയുന്നതാണ് മതേതരത്വം എന്നത് വികലമായ കാഴ്ചപ്പാടാണ്. അത് മതവിദ്വേഷം വളർത്തലാണ്. മതേതരത്വം സംബന്ധിച്ചും ശുദ്ധ തട്ടിപ്പ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ പറയുന്നത് മാത്രമാണ് പുരോഗമനം എന്ന തെറ്റായ ഒരു ചിന്ത എങ്ങനെയോ ചില കോൺഗ്രസുകാരുടെ വലിയ നേതാക്കന്മാരുടെ അടക്കം മനസ്സിൽ എങ്ങനെയോ കയറിക്കൂടി ഭരണം നടത്തുന്നുണ്ട്. ഒരിക്കൽ ഭാരതത്തിലെ ജനങ്ങളിൽ 12.5% വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിൽ ഇന്നുള്ളത് 2.5% ജനങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് സമീപനങ്ങളും പ്രവൃത്തികളും നയിക്കുന്നത് ഈ ദിശയിലേക്കാണ്. 3 പതിറ്റാണ്ട് തുടർച്ചയായി ഭരിച്ച ബംഗാളിലും ത്രിപുരയിലും അവർ ഏതാണ്ട് ഇല്ലാതായി. കേരളത്തിൽ മാത്രമാണ് കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്നത്. പുരോഗമനപരമായ എന്തിനും കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സർട്ടിഫിക്കറ്റ് തേടാൻ നോക്കുന്ന കോൺഗ്രസുകാരെ ഭയപ്പെടുത്തുവാൻ അവർ ഒരു വാക്ക് കണ്ടുപിടിച്ചു: മൃദു ഹിന്ദുത്വം. കോൺഗ്രസുകാർ ഹിന്ദുക്കളോട് കാണിക്കുന്ന ആദരപൂർണമായ സമീപനത്തെ പരിഹസിക്കുന്ന വാക്കാണത്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന മൃദു ഹിന്ദുത്വം ഭയന്ന് കോൺഗ്രസുകാർ മുസ്ലിം പ്രീണനത്തിന് തുനിഞ്ഞാൽ ശക്തമാകുന്നത് BJP ആവും എന്ന് സാക്ഷാൽ AK ആന്റണി 3 പതിറ്റാണ്ട് മുമ്പെങ്കിലും പറഞ്ഞതാണ്. ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വികാരങ്ങളെ മാനിക്കാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. പക്ഷേ ആരും അനുസരിച്ചില്ല. അദ്ദേഹത്തിന്റെ മകൻ BJPയിലെത്തി. അദ്ദേഹത്തിന്റെ അതിവിശ്വസ്തനായ VM സുധീരൻ ഇക്കഴിഞ്ഞ കോൺഗ്രസ് നേതൃയോഗത്തിൽ പോലും മൃദു ഹിന്ദുത്വം പാടില്ല എന്ന് ശക്തമായി വാദിച്ചു. ശശി തരൂർ മാത്രം എതിർത്തു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ മൃദു ഹിന്ദുത്വം എന്നൊന്നില്ലെന്നാണ്. കോൺഗ്രസ് എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന പാർട്ടിയാണ്. എല്ലാ മതങ്ങളെയും ആദരിക്കുക എന്നാൽ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുക എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ എല്ലാ മതത്തിന്റെയും ആരാധനകളിൽ സംബന്ധിക്കുക എന്നുമല്ല അർത്ഥം. എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കാൻ അവകാശം ഉള്ളതുപോലെ ഭാരതത്തിലെ ഓരോ പൗരനും ഉണ്ടെന്ന് സമ്മതിക്കുന്നതാണ്. ഞാൻ എന്റെ വിശ്വാസപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ അവർക്കും ആചരിക്കുവാൻ അവകാശം ഉണ്ടെന്ന് പറയുന്നതും അതിനനുസരിച്ച് ജീവിക്കുന്നതും ആണത്. ഒന്നിലും വിശ്വാസമില്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും ഉണ്ട്. എന്നാൽ തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് മറ്റുള്ളവരും അംഗീകരിക്കണം എന്ന് ശഠിക്കുന്നത് മതേതരത്വമല്ല, മത നിരാസമാണ്. ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ച കാരണങ്ങളിലൊന്ന് ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളുടെ കടുത്ത നിരീശ്വരവാദമായിരുന്നു. P കൃഷ്ണപിള്ളയും EMSഉം രണദിവയും എല്ലാം ആ ഗണത്തിൽപ്പെടും. കോൺഗ്രസുകാരിലും പലരും നെഹ്റുവിനെ പിഞ്ചെന്ന് ആ ചിന്താഗതിക്കാരായിരുന്നു. ശബരിമലയിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഒരമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരുടെ സമൂഹത്തിൽ ഇന്ന് കോൺഗ്രസ് ഏതാണ്ട് അന്യം നിന്നു എന്നതാണ് സത്യം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആ സമുദായത്തിൽ നിന്നും മൂന്നാമത് ഒരു മന്ത്രിയെ വാഴിക്കുവാൻ നോക്കിയിട്ട് ആളുണ്ടായിരുന്നില്ല. EMSന്റെ ഭാര്യ ആര്യ അന്തർജനം അമ്പലത്തിൽ പോകുന്നതിന് അദ്ദേഹം തടസ്സം നിന്നില്ല. ഈ സമീപനമായിരുന്നു മുതിർന്ന മിക്കവാറും നേതാക്കളുടേതും. നായനാർ ഈ പക്ഷക്കാരനായിരുന്നു. അതേസമയം അവർ പ്രസ്താവനകളിൽ കടുത്ത നിരീശ്വരവാദികളും ആയിരുന്നു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്
പാർട്ടിക്കാർ ദൈവവിശ്വാസികളാകുന്നു എന്ന് പരസ്യമായി വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ പല നേതാക്കളുടെയും ഭാര്യമാർ ഭർത്താവിന് വേണ്ടി ശത്രുസംഹാര പൂജകളും മറ്റും നടത്താൻ തുടങ്ങി. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ നടത്തിയ പൂമൂടൽ ഹോമം വലിയ വാർത്തയായി. 2007 സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നടന്നത്. 45 വർഷത്തേക്കുള്ള പൂമൂടൽ പൂജയുടെ ബുക്കിംഗ് അന്ന് കഴിഞ്ഞു പോയതുകൊണ്ട് VIP പരിഗണനയിലാണ് കോടിയേരിയുടെ ഭാര്യയ്ക്ക് പൂമൂടൽ ഹോമത്തിന് അനുമതി കിട്ടിയത്. അക്കാലത്തെ ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന വി വിജയകുമാർ തന്നെ ഇത് സംബന്ധിച്ച വിവാദം ഉയർന്നപ്പോൾ വെളിപ്പെടുത്തിയ സത്യമാണിത്. കോടിയേരിയുടെ മകന്റെ പേരിലും പ്രത്യേക പൂജകൾ നടത്തിയതായി അന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അതായത് ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് തട്ടിപ്പാണ്. അവർ വിപ്ലവം എന്ന് പറഞ്ഞ് അലമുറയിടുന്ന പാപങ്ങൾ ഏതാനും കാലം കഴിയുമ്പോൾ ഒരു മറയുമില്ലാതെ അവരും ചെയ്യുന്നു. ഒരു സഖാത്തി ഒരു മഠത്തിൽ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന ഗാനം ആലപിച്ചത് അധികകാലം മുമ്പല്ലല്ലോ. അവരുടെ പാർട്ടിക്ക് രാഷ്ട്രീയ നേട്ടം എന്ത് എന്ന് നോക്കിയാവും അവരുടെ പുരോഗമന ആശയങ്ങൾ രൂപം കൊള്ളുക. ഇനിയെങ്കിലും അവരെ നോക്കി പുരോഗമനം തീരുമാനിക്കാതിരുന്നാൽ അടിത്തറ പോലും ചോർന്നു പോകും എന്ന് മനസ്സിലാക്കുക. ഈ തിരിച്ചറിവാണ് DK ശിവകുമാറിന്റെ വാക്കുകളിൽ കണ്ടത്. ആ മനസ്സിലുള്ള വിശ്വാസമാണ് ജനങ്ങളുടെ വോട്ട് നേടിയതും വിജയത്തിലേക്ക് നയിച്ചതും. അയോധ്യയിൽ രാമക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കുന്ന പ്രാണപ്രതിഷ്ഠാ കർമ്മത്തെ പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ വിവാദമാക്കി മാറ്റാതെ ദേശീയ ആഘോഷമാക്കി മാറ്റണമെന്ന പ്രധാനമന്ത്രി മോദിയുടെ ആഹ്വാനം ആ പുണ്യകർമ്മത്തിന്റെ മാത്രമല്ല, ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു തരുന്ന മതേതരത്വത്തിന്റെ കൂടി അടയാളമായി. 10 വർഷം ഭാരതം ഭരിച്ച മോദി 2014 നിന്നും എത്രയോ മാറി. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആദ്യമായി ഒരു ക്രിസ്മസ് വിരുന്ന് നടത്തി. വിരുന്നിലെ വിഭവങ്ങളല്ല, അത് നടത്തിയതിന് പിന്നിലെ മനസ്സാണ് ആദരിക്കപ്പെടേണ്ടത്. ഭാരതത്തിന്റെ മതേതരത്വം എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന ജീവിത യാഥാർത്ഥ്യമാണ്. ഭാരതത്തിലെ 80% വരുന്ന ജനസമൂഹത്തിന്റെ ആരാധനാമൂർത്തിക്കായി ഉയർത്തപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എല്ലാവരുടെയും ഉത്സവമാകുന്നത് എല്ലാവരും ശ്രീരാമൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉത്സവം എല്ലാവരുടെയും സന്തോഷത്തിന്റെ വേളയാകുന്നത് കൊണ്ടാണ്. ഏത് മതത്തിന്റെയും ഇത്തരം പുണ്യകർമ്മങ്ങളോട് ഇതേ സമീപനം പുലർത്താൻ നാടിനാകെ സാധിക്കണമെന്നതിന്റെ സാക്ഷ്യമാകണം ഈ പരിപാടി. തീർച്ചയായും BJPക്ക് ഈ സംഭവത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് അവർ കരുക്കൾ നീക്കുകയും ചെയ്യും. അത് തിരിച്ചറിഞ്ഞുള്ള കളിയാണ് DKയുടെ സർക്കാർ കർണാടകത്തിൽ കളിക്കുന്നത്. കർണാടകത്തിലെ കോൺഗ്രസ് സമീപനത്തിൽ മൃദു ഹിന്ദുത്വം ആരോപിക്കാൻ നോക്കുന്നവർ മുസ്ലിം പ്രീണനത്തിലൂടെ ഏതാനും വോട്ട് നേടാമോ എന്ന് നോക്കുന്നവർ മാത്രമാണ്, മതേതരത്വത്തിന്റെ വക്താക്കളല്ല. ഗുജറാത്ത് കലാപകാലത്തെ ബിൽക്കിസ് ബാനു കേസിലെ സർക്കാർ സഹായത്തോടെ രക്ഷപ്പെട്ട 11 പ്രതികളും ജയിലിലേക്ക് മടങ്ങണമെന്ന വിധി ഗുജറാത്ത് സർക്കാരിന് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി കൊലയും അതിക്രമങ്ങളും നടത്തുന്നവരെ ജയിലിൽ പോയി കാണുകയും യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ പരോൾ അനുവദിക്കുകയും ചെയ്യുന്ന സർക്കാരുകൾക്കും മന്ത്രിമാർക്കുമെല്ലാം കരണത്തേറ്റ അടിയാണ്. ഭാരതത്തിന്റെ പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ വരെ എത്തുവാൻ സാധ്യതയുള്ള BV നാഗരത്നമ്മ അടക്കമുള്ള ജഡ്ജിമാർ നടത്തിയ ഈ വിധി ഏറെ പ്രത്യാശ പകരുന്നതാണ്. 2002 നടന്ന ഗുജറാത്ത് കലാപകാലത്താണ് ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബാനു ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. അവരുടെ കുടുംബം ആകെ കൊല ചെയ്യപ്പെട്ടത്. 2004 സുപ്രീം കോടതി അവരുടെ കേസ് മഹാരാഷ്ട്രയിലേക്ക് മാറ്റി. 2008 മുംബൈ കോടതി 11 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. സുപ്രീം കോടതിയുടെ അനുമതിയോടെ പ്രതികളെ ഗുജറാത്ത് ജയിലിലേക്ക് മാറ്റി. കേസിലെ പ്രതികൾ 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന ന്യായം പറഞ്ഞ് ഗുജറാത്ത് സർക്കാർ 2022 ഓഗസ്റ്റിൽ പ്രതികളെ വിട്ടയച്ചു. അതിന് മുന്നോടിയായി 2022 മെയ്യിൽ സുപ്രീം കോടതിയിൽ നിന്നും
ഗുജറാത്ത് സർക്കാരിന് ശിക്ഷ ഇളവ് ചെയ്യാം എന്ന ഒരു വിധി സമ്പാദിച്ചിരുന്നു. കേസ് വിചാരണ ചെയ്ത മഹാരാഷ്ട്ര സർക്കാരിനാണ് വാസ്തവത്തിൽ ഈ അവകാശമുള്ളത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല വിധി നേടിയതെന്നും അതുകൊണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത ശിക്ഷ ഇളവ് ശരിയല്ലെന്നും ജസ്റ്റിസ് നാഗരത്നമ്മയും ഉജ്ജൽ ബോയാനും ചേർന്ന ബെഞ്ച് വിധിച്ചു. വിധിയുടെ നീതിക്കായുള്ള ധീരതയെ പ്രശംസിക്കുമ്പോഴും സുപ്രീം കോടതി എല്ലാം അന്വേഷിക്കാതെ 2022 പുറപ്പെടുവിച്ച വിധിയുടെ ഉത്തരവാദിത്തം കോടതിക്കല്ലേ എന്ന ചോദ്യം ഉയരുന്നു. തെറ്റിദ്ധരിച്ച് വിധി പറയാമോ എന്നതാണ് ചോദ്യം. ഏതായാലും ജയിലിൽ കിടക്കുന്ന സ്വന്തക്കാർക്ക് രാജകീയ സൗകര്യങ്ങൾ ഒരുക്കുന്നവർ ഓർക്കുക, വിചാരണ വേളയിൽ ആകർഷകമായ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, ശക്തമായ വിധികളും നീതിപീഠത്തിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. കുട്ടി സഖാക്കൾ കൊല്ലാക്കൊലക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നു ജനുവരി 8 അന്തരിച്ച ഡോക്ടർ എം സുകുമാരൻ നായർ. കേരള സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ആയിരുന്ന ആ വിദ്യാഭ്യാസ വിദഗ്ധൻ മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ, സൈക്കോളജി, സോഷ്യോളജി, പൊളിറ്റിക്സ് വിഷയങ്ങളിൽ മാസ്റ്റർ ബിരുദം ഉണ്ടായിരുന്നു. സൈക്കോമെട്രിയിൽ ഡോക്ടറേറ്റും. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 1 വർഷം ഇലക്ട്രോണിക്സ് പഠിച്ചതിനു ശേഷമാണ് അത് നിർത്തി മാത്തമാറ്റിക്സ് മാസ്റ്റർ ബിരുദം എടുത്തത്. കേരളത്തിലെ സമകാലീന വൈസ് ചാൻസലർമാരിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ആശയം പകർന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. കാലത്തിന് മുമ്പേ പറഞ്ഞതിന് അദ്ദേഹത്തിന് കുട്ടി സഖാക്കളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എത്രയായിരുന്നു. 1982 കരുണാകരൻ മന്ത്രിസഭയുടെ കാലം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹിച്ച TM ജേക്കബ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ കോളേജ് അധ്യാപകർ UGC ശമ്പള നിരക്കിനായി സമരം ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് അക്കാലത്ത് UGC പുറപ്പെടുവിച്ച നിർദ്ദേശമനുസരിച്ച് പ്രീ ഡിഗ്രി കോഴ്സ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല. പ്രീ ഡിഗ്രി പഠനം കോളേജുകളിൽ നിന്നും വേർപെടുത്തിയാലേ UGC സ്കെയിൽ നടപ്പാക്കാനാവൂ. വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ മന്ത്രി കേരള സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സുകുമാരൻ നായരെ നിയോഗിച്ചു. പ്രീ ഡിഗ്രിയെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നും വേർപെടുത്തി പ്രത്യേക ബോർഡിന് കീഴിലാക്കണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു. അത് നടപ്പായാൽ നിരവധി കോളേജ് അധ്യാപകർ പ്രീ ഡിഗ്രി ബോർഡ് അധ്യാപകരാവും. തങ്ങളുടെ വരുമാനവും നേട്ടങ്ങളും മാത്രം കണക്കിലെടുത്ത് ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാതെ സമരം ചെയ്യുന്നവർ ഇളകി. സർവകലാശാലകളിൽ നിന്നും പ്രീ ഡിഗ്രി വേർപെടുത്തിയാൽ സർവകലാശാലകളിലും ഉണ്ടാവും തസ്തിക ചോർച്ച. ഇത് മനസ്സിലാക്കിയ സർവകലാശാല ജീവനക്കാരും പണിമുടക്കി. ആ വർഷം പ്രീ ഡിഗ്രി പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ വരെ നശിപ്പിച്ചാണ് സഖാക്കൾ സമരിച്ചത്. സർക്കാർ സമരത്തെ നേരിട്ടു. പക്ഷേ ഉത്തരക്കടലാസുകളിൽ പലതും ഇല്ലാതാക്കിക്കൊണ്ട് സമരക്കാർ പോരാടി. പോരാട്ടം അവസാനിച്ചപ്പോൾ സുകുമാരൻ നായർ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ അവിടെയും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. സർവകലാശാല തന്നെ നേരിട്ട് സ്വാശ്രയ കോഴ്സുകൾ ആരംഭിച്ചു. തൊഴിൽ സാധ്യതയുള്ള വിഷയങ്ങളായിരുന്നു കോഴ്സുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ആരംഭിച്ച നഴ്സിംഗ് കോളേജ് നിരവധി കുട്ടികൾക്ക് നഴ്സിംഗ് പരിശീലന കേന്ദ്രമായി. ചെലവിനനുസരിച്ചുള്ള ഫീസ് ചുമത്തി എല്ലാ സർക്കാർ നിബന്ധനകളും പാലിച്ച് കുട്ടികളെ പ്രവേശിപ്പിച്ചു. ഉപയോഗശൂന്യമായി കിടന്ന സ്കൂളുകളും മറ്റും കണ്ടെത്തി BEd പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി. എത്ര നല്ല മാറ്റത്തെയും ആക്രമിച്ചു തോൽപ്പിക്കുന്ന SFIക്കാർ സമരരംഗത്ത് ഇറങ്ങി. ക്രമസമാധാനം തകർക്കുന്ന വിധത്തിലുള്ള സമരങ്ങളായി. സർക്കാർ പിന്മാറിയില്ല. ആ സ്ഥാപനങ്ങളെല്ലാം സർവകലാശാലയുടെ വൻ വിജയങ്ങളായി. അതേ തുടർന്നാണ് കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലും കോളേജുകളിലും സ്വാശ്രയ കോഴ്സുകൾ ആരംഭിച്ചത്. സുകുമാരൻ നായരുടെ വീടിന് നേരെ വരെ കുട്ടി സഖാക്കളുടെ ആക്രമണം ഉണ്ടായി. വീട്ടിലുണ്ടായിരുന്ന മകന്റെ കുഞ്ഞിന് പരിക്കേറ്റപ്പോൾ ആ മുത്തച്ഛൻ ഹൃദയവേദനയോടെ സാക്ഷാൽ EMSന് കത്തയച്ചു. കത്തിന് മറുപടി ഒന്നും കിട്ടിയില്ല. അദ്ദേഹം തുടക്കം കുറിച്ച പരിഷ്കാരങ്ങൾ പിന്നീട് വന്ന ഇടത് സർക്കാരുകളും അംഗീകരിച്ച് നടപ്പാക്കി. ഇപ്പോൾ സ്വാശ്രയ സർവകലാശാലകൾ ആരംഭിക്കുവാൻ വരെ നീക്കം നടക്കുന്നു. എല്ലാം SFI പിന്തുണയോടെ. കണ്ണൂർ സർവകലാശാല മലയാളം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ പ്രിയ വർഗീസ് നിയമിക്കപ്പെട്ടതിനെതിരെ സുപ്രീം കോടതിയിൽ UGCയും പദവിക്കായി മത്സരിച്ച 2ാം സ്ഥാനത്തെത്തിയ ജോസഫ് സക്രിയയും സമർപ്പിച്ച കേസ് ഉദ്യോഗജനകമായ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്.
നിയമനത്തെ ന്യായീകരിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. UGC മാനദണ്ഡം ലംഘിച്ചു എന്ന കാരണം പറഞ്ഞ് സെലക്ഷൻ പാനലിന്റെ തീരുമാനം റദ്ദാക്കരുത് എന്നതടക്കം വിചിത്രമായ നിരവധി വാദങ്ങൾ അടങ്ങിയ പ്രിയയുടെ സത്യവാങ്മൂലം സ്വീകരിച്ച കോടതി ഫയലെല്ലാം കണ്ടു. വിശദമായ വാദം വേണ്ട കേസല്ല എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ KK രാഗേഷിന്റെ ഭാര്യയായ പ്രിയ വർഗീസിന്റെ നിയമനം ശരിയാണെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. കോടതിക്ക് എന്താണ് ക്ലിയർ ആയത് എന്നാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ സ്ഥിരതാമസത്തിന് പ്ലാൻ ഇടുകയാണോ? കേരളത്തിലെ കഴിഞ്ഞകാല മുഖ്യമന്ത്രിമാർക്കൊന്നും വേണ്ടാതിരുന്ന എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒന്നിനും കാശില്ലാത്ത കേരളം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീടിനായി ചിലവിടുന്നത്. 2.5 കോടിയോളം രൂപയുടെ അറ്റകുറ്റപ്പണികളാണ് വീട്ടിലും പരിസരത്തുമായി നടത്തുന്നത്. മറിയക്കുട്ടി ചേട്ടത്തിമാർക്ക് 1600 രൂപ മാസം കൊടുക്കാനില്ലാത്ത സർക്കാരാണ് ആയിരക്കണക്കിന് പാവങ്ങൾക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ചെലവിനായി മാറ്റുന്നത്. വാട്ടർ ടാങ്ക് മാറ്റാൻ സർക്കാർ 5.92 ലക്ഷം രൂപ ചിലവാക്കുന്നു. കാലിത്തൊഴുത്തിന് 42.5 ലക്ഷം, ചാണകക്കുഴിക്ക് 3.72 ലക്ഷം, ടോയ്ലറ്റിന് 3.79 ലക്ഷം, സുരക്ഷയ്ക്ക് 39.54 ലക്ഷം, ടാറിങ്ങിന് 1.55 ലക്ഷം, CCTVക്ക് 15.89 ലക്ഷം, ബാരക് പണിക്ക് 72.46 ലക്ഷം, നടപ്പാതയ്ക്ക് 13.62 ലക്ഷം, പെയിന്റിങ്ങിന് 10.77 ലക്ഷം, മരത്തിന്റെ ചില്ല വെട്ടുന്നതിന് 1.77 ലക്ഷം. ഇങ്ങനെ പോകുന്നു വിശദാംശങ്ങൾ. ലാൽ സലാം സഖാവേ. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.